രണ്ടാമത്തെ വിഷയം സജിപ്പെ പഞ്ചായത്താണ്. ഒരുപാട് തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, മറുപടികൾ കിട്ടിയിട്ടുള്ള ഒരു വിഷയമാണ്. എന്നിരുന്നാലും വീണ്ടും സ്വന്തം ന്യായീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ നേതാക്കന്മാരുടെ RSS ബന്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടി വീണ്ടും ഉത്തരം കിട്ടിയ വിഷയങ്ങളുമായിട്ട് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ഒരിക്കൽ കൂടെ മറുപടി പറയുന്നതിൽ ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല. അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നിലപാടാണ്. അപ്പോൾ സജിപ്പെ പഞ്ചായത്തിൻ്റെതാണ് വിഷയം. കർണാടക സംസ്ഥാനത്തിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ 121 താലൂക്കിലെ സജിപ്പെ പഞ്ചായത്ത്. സജിപ്പെ പഞ്ചായത്തിന്റെ വിഷയങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ് ചെറിയൊരു വെല്ലുവിളി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് ഈ ഇളയ രാഷ്ട്രീയ പ്രവർത്തകനായ ഞാൻ നടത്തുകയാണ്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും അവസാനിപ്പിച്ച് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി പിടിച്ച് മുസ്ലിം ലീഗിന് പിന്നിൽ അണിനിരക്കാം. സജിപ്പെ പഞ്ചായത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും BJPയും കൂട്ടുകക്ഷിയായിട്ടാണ് ഭരിക്കുന്നത് എന്ന് മുസ്ലിം ലീഗിന്റെ ആണത്തമുള്ള, ആത്മാഭിമാനമുള്ള, രാഷ്ട്രീയ പക്വതയുള്ള ഏതൊരു വ്യക്തി തെളിയിച്ചാലും, തെളിവ് സഹിതം അത് തെളിയിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗുമായി എല്ലാ ബന്ധത്തോടുകൂടെയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ എല്ലാ ബന്ധങ്ങളെയും മുറിച്ചെറിഞ്ഞ് മുസ്ലിം ലീഗിനോടൊപ്പം പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധനാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം RSS വിരുദ്ധ നിലപാടുള്ള ഒരു പ്രസ്ഥാനം RSS അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ എതിർക്കപ്പെടേണ്ടത് എന്റെ കടമയാണ്. മറിച്ച് സജിപ്പെ പഞ്ചായത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും BJPയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ തെളിയിച്ചു തരാം, ഡയറക്റ്റ് അവിടെ കൊണ്ടുപോയിട്ട്, ഈ വെല്ലുവിളി ഏറ്റെടുത്ത് വരുന്ന ഏതൊരു മുസ്ലിം ലീഗുകാരനെയും. പക്ഷെ അതിനു മുമ്പ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട്, കുപ്രചരണം കൊണ്ട് കാലം നീക്കുന്ന, സ്വന്തം അണികളെ പിടിച്ചു നിർത്തുന്ന, നേതാക്കന്മാരെ ന്യായീകരിക്കുന്ന ഈ തെമ്മാടിത്ത രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയോടൊപ്പം നിന്ന്, നേരിന്റെ പക്ഷം നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന ഉറപ്പുള്ള ഏതൊരാൾക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കാം. അപ്പൊ എന്താണ് സജിപ്പെ പഞ്ചായത്ത്? സജിപ്പെ പഞ്ചായത്തില് 15 വാർഡുകളിലായിട്ട് നടന്ന തെരഞ്ഞെടുപ്പ്. ആ 15 വാർഡുകളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ 7 വാർഡുകളിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വിജയിക്കുകയും 3 വാർഡുകളിൽ BJP വിജയിക്കുകയും 5 വാർഡുകളിൽ കോൺഗ്രസ് വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു പഞ്ചായത്ത് ഭരണം കയ്യിൽ വരണമെങ്കിൽ കേവല ഭൂരിപക്ഷം തികയണം. 8 സീറ്റുകൾ നേടാത്തത് കൊണ്ട് തന്നെ കേവലം 7 സീറ്റിൽ മാത്രം വിജയിച്ച സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ പാർട്ടി എന്ന നിലക്ക് പഞ്ചായത്ത് ഭരിക്കാൻ സാധ്യമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ പിന്തുണ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഡയറക്റ്റ് കിട്ടിയിരുന്നുവെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് അവിടെ പഞ്ചായത്ത് ഭരിക്കായിരുന്നു. BJPയുടെ പിന്തുണ കിട്ടിയാലും ഇതേ പഞ്ചായത്ത് SDPക്ക് ഭരിക്കായിരുന്നു. പിന്നെ എന്തിനാണ് അവിടെ ബൈ ഇലക്ഷനിലൂടെ ഈ പറയുന്ന പഞ്ചായത്ത് ഭരണം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നേടിയിട്ടുള്ളത്? അപ്പൊ സ്വാഭാവികമായിട്ടും പിന്തുണ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഇലക്ഷൻ നടന്നിട്ടുള്ളത്. ഇലക്ഷൻ നടന്നു, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ 7 വോട്ടും കോൺഗ്രസിന്റെ 1 വോട്ടോടുകൂടെ 8 വോട്ടോടുകൂടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഴുവൻ വോട്ടും BJPക്ക് പോവുകയും BJPയുടെ 3 വോട്ടും കോൺഗ്രസിന്റെ 8 വോട്ടും കൂടി 8 കേവല ഭൂരിപക്ഷം തികഞ്ഞിട്ട് BJP വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ BJPയും SDPIയും തമ്മിൽ വല്ല രാഷ്ട്രീയ ബന്ധവും ഉണ്ടായിരുന്നു എങ്കിൽ SDPIക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് BJP ഒരു വോട്ട് നൽകിയിട്ടുണ്ട് എങ്കിൽ ആ വോട്ട് നൽകിയതിന് പ്രത്യുപകാരമായിട്ട് BJPക്ക് കൊടുക്കണമല്ലോ. രണ്ടാമത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ SDPIയുടെ 7 വോട്ടും SDPIക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ BJPയുമായിട്ട് ബന്ധം പുലർത്തിയത് SDPI ആണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. പകരം മുസ്ലിം ലീഗിന്റെ സന്തത സഹചാരികളായ, മുസ്ലിം ലീഗിനോടൊപ്പം കിടപിടിക്കുന്ന, മുസ്ലിം ലീഗിന്റെ കൂടെ കഴിയുന്ന, കൂടെ കിടക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഫാസിസത്തെ അവിടെ അധികാരത്തിൽ എത്തിച്ചിട്ടുള്ളത് SDPIക്ക് ബദലായിക്കൊണ്ട് എന്നുള്ള സത്യാവസ്ഥയാണ് അവിടെ മനസ്സിലാവുന്നത്. അപ്പൊ മുസ്ലിം ലീഗിന് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന് പറഞ്ഞതുപോലെ സജിപ്പെ പഞ്ചായത്തിലെ കോൺഗ്രസിന് മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം മുസ്ലിം ലീഗിന്റെ RSS ബന്ധം കോൺഗ്രസിലൊക്കെ പലപ്പോഴായിട്ട് പലയിടങ്ങളിലായിട്ട് കണ്ടു തുടങ്ങുന്നതും ഈ ഒരു വിഷയങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പൊ പ്രിയപ്പെട്ട ലീഗുകാരാ, സജിപ്പെ പഞ്ചായത്തും പറഞ്ഞ് ശശികലയുടെ വിഷയമൊക്കെ പറഞ്ഞിട്ട് സ്വന്തം നേതാക്കന്മാരുടെ RSSന്റെ കാല് നക്കുന്ന നേതാക്കന്മാരെ ന്യായീകരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഭേദം, ഏറ്റവും നല്ലത് RSSന്റെ മെമ്പർഷിപ്പ് സ്വീകരിച്ച്, BJPയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ച് ആ പ്രസ്ഥാനത്തിന്റെ കാവിക്കൊടിയും പിടിച്ച് അവരോടൊപ്പം അണിനിരക്കുന്നതാണ് എന്ന് ഒരു വളരെ പുച്ഛത്തോടുകൂടെ, സഹതാപത്തോടുകൂടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ ഉണർത്തുകയാണ്.